അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ടാറ്റ ചെയർമാൻ എം ചന്ദ്രശേഖരൻ അനുശോചനം അറിയിച്ചു. അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം എക്സിൽ കൂടെ അറിയിച്ചത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനമാണ് തകർന്നു വീണത്. ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അപകടം. ഈ നിമിഷം മുതൽ ദുരിതബാധിതരായ എല്ലാ ആളുകളുടെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുന്നതിലാണ് ഞങ്ങളുടെ ശ്രദ്ധ. സ്ഥലത്ത് അടിയന്തര സഹായങ്ങൾക്കും ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പരിചരണവും നൽകുന്നതിന് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യും. വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അടിയന്തര സഹായങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. വിമാന അപകടത്തിൽ ഉണ്ടായിരുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ബന്ധപ്പെടാനായി ഒരു അടിയന്തര സഹായ കേന്ദ്രം തുറന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദിലെ മേഘാനി നഗറിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉണ്ടായിരുന്നു. 169 ഇന്ത്യൻ യാത്രികർക്ക് പുറമെ 52 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും വിമാനത്തിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.